ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രൈവിംഗ് തിയറിയുടെ ആദ്യത്തെ ലെസൻ്റെ പേരാണ് ഡെഫിനിസിയോണി ജനറാലി ദെല സ്ട്രാദ എ ദൊവേരി നെലൂസോ ദെല സ്ട്രാദ. അതിൽ ആദ്യത്തെ സബ്ഡിവിഷനാണ് സ്ട്രാദ എന്താണെന്നുള്ളത്. സ്ട്രാദ എന്താണ്? ല സ്ട്രാദ എ ഉണാരിയ അപ്പേർത്ത ല circolazione dei pedoni, degli animali e dei veicoli എന്ന് വെച്ചാൽ വഴി എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഏരിയ, അവിടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വാഹനങ്ങൾക്കും പോകാൻ പറ്റിയ ഒരു ഓപ്പൺ ഏരിയയുടെ പേരാണ് വഴി. അത് ഒരു വഴി സെൻസോ ഊണിക്കോ ഓ ആ ദോപ്യ സെൻസോ ദി circolazione ആയിരിക്കാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ വൺ വേ ആകാം, വൺ വേ ട്രാഫിക് ആകാം, അല്ലെങ്കിൽ ടു വേ ട്രാഫിക് ആകാം. അത് കഴിഞ്ഞ് പറയുന്നത് può essere suddivisa in più carreggiate in presenza di uno sparti traffico. ഒരു വഴി സ്പാർത്തി ട്രാഫിക്കോ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പാതകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. സ്പാർത്തി ട്രാഫിക്കോ എന്ന് പറഞ്ഞാൽ ഡിവൈഡർ എന്നാണ് മീനിങ്. അതുണ്ടെങ്കിൽ ഒരു വഴിയിനെ ഒന്നിൽ കൂടുതൽ പാതകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ പാതകളായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ആ സംഭവത്തിൻ്റെ പേരാണ് സ്പാർത്തി ട്രാഫിക്കോ, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഡിവൈഡർ. ഇപ്പം ഒന്നായിരുന്ന പാതയിനെ ഈ ഡിവൈഡറിനാൽ രണ്ടാക്കപ്പെട്ടു. അതാണ് സ്പാർത്തി ട്രാഫിക്കിൻ്റെ ഉപയോഗം. പിന്നെ ഒരു വഴിയിൽ എന്തൊക്കെയാണുള്ളത്? può comprendere marciapiede, നടപ്പാത, pista ciclabile, സൈക്കിൾ ലൈൻ, കറജ്ജാത്ത എന്ന് വെച്ചാൽ വാഹനങ്ങൾക്ക് മാത്രം പോകാനുള്ള വഴി. പിന്നെ സ്പാർത്തി ട്രാഫിക്കോ, പിന്നെ കോർസിയ ദി എമർജൻസ എന്ന് വെച്ചാൽ എമർജൻസി വെഹിക്കിൾസിന് പോകാനുള്ള വഴി. എമർജൻസി വെഹിക്കിൾസ്, ആംബുലൻസ്, പോലീസ്, അങ്കൽ ഫയർഫോഴ്സ്, അങ്ങനെയുള്ള വാഹനങ്ങൾക്ക്. പിന്നെ പിയാസോള ദി സോസ്ത, നമ്മൾ ഏതെങ്കിലും ഒരു ദീർഘമായ യാത്രയ്ക്ക് പോകുമ്പോഴോ വരുമ്പോഴോ നമ്മൾക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാനുള്ള ഏരിയയുടെ പേരാണ് പിയാസോള ദി സോസ്ത. വാഹനങ്ങൾക്ക് എന്തെങ്കിലും അപകടം സൂചന തന്നാലോ നമ്മൾക്ക് വയ്യാഴിക വന്നാലോ നമ്മൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ബങ്കീന എന്ന് വെച്ചാൽ അരിക് അല്ലെങ്കിൽ മാർജിൻ എന്നും പറയാം. പിന്നെ സ്ട്രാദയിൽ കാണുന്നതാണ് അത്രവേർസമെന്റോ പെദനാലി എന്ന് വെച്ചാൽ സീബ്ര ക്രോസിംഗ്. അത്രവേർസമെന്റോ പെദനാലെ കറജ്ജാത്തയുടെയും ഭാഗമാണ്, അതുപോലെ തന്നെ സ്ട്രാദയുടെ ഭാഗമാണ്. കറജ്ജാത്തയുടെ എന്തെങ്കിലും ഭാഗമാണെങ്കിൽ അത് സ്ട്രാദയുടെ ഭാഗമാണ്. ഇതൊക്കെയാണ് സ്ട്രാദയിലുള്ളത്. പിന്നെ ഏതൊക്കെ ടൈപ്പ് സ്ട്രാദ ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്? സ്ട്രാദ അസെൻസോ ഊണിക്കോ എന്ന് വെച്ചാൽ വൺ വേ ട്രാഫിക് ഉള്ള സ്ട്രാദകൾ. ഒരു വശത്തേക്ക് മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അതിനെയാണ് സെൻസോ ഊണിക്കോ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ദോപ്യോ സെൻസോ ദി circolazione, ടു വേ ട്രാഫിക്. ദോപ്യോ സെൻസോ ദി circolazione, മുന്നോട്ടും പുറകോട്ടുമായിട്ട് പോകാൻ പറ്റുന്ന വഴിയുള്ളതിനെയാണ് ദോപ്യോ സെൻസോ ദി circolazione എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണ് സ്ട്രാദ può essere a carreggiata unica എന്ന് വെച്ചാൽ ഇത് മൊത്തം ഒരു വഴിയാണ്. കറജ്ജാത്ത ഊണിക്ക എന്ന് വെച്ചാൽ ഈ വഴിയിൽ കൂടെ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. കറജ്ജാത്തയിൽ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. അത് ഊണിക്ക ആണ്, ഒന്നാണ് എന്നാണ് കാണിക്കുന്നത്. ഡിവൈഡർ രണ്ട് ലൈനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ലൈൻ ഉണ്ടെങ്കിലും സ്പാർത്തി ട്രാഫിക്കിന് ഈക്വൽ ആണ്. ഈ വാഹനത്തിനോ ഈ ലൈനുകളെ മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ വാഹനത്തിന് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ സ്ട്രാദ ഊണിക്ക കറജ്ജാത്ത, അല്ലെങ്കിൽ സ്ട്രാദെ ആ കറജ്ജാത്തെ സെപ്പറാത്തെ. ഡിവൈഡർ ഉണ്ടെങ്കിൽ സ്ട്രാദെ ആ കറജ്ജാത്തെ സെപ്പറേറ്റ് ആക്കപ്പെടുന്നു. കറജ്ജാത്ത രണ്ടാക്കപ്പെടുന്നതിനാണ് കറജ്ജാത്തെ സെപ്പറേറ്റ് എന്ന് പറയുന്നത്, സെപ്പറാത്ത എന്ന് പറയുന്നത്. ഡിവൈഡർ ഉള്ളെങ്കിൽ മാത്രമേ ആണ് കറജ്ജാത്ത സെപ്പറേറ്റ് ആക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.